ഹായ് അവൾ പുതിയൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ബിൽഡ് ചെയ്യണേ. സോ അതിലുള്ള എല്ലാ സ്റ്റെപ്സും ഞാൻ അതിൽ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇത് കംപ്ലീറ്റ് ആവുമോ ഇല്ല എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഇ-കൊമേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്പ്രസ് പ്ലാറ്റ്ഫോമാണ്. സോ അതിന് ഫസ്റ്റ് നമ്മളൊരു തീം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആസ്ട്ര എന്ന് പറഞ്ഞിട്ടുള്ള തീമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ആസ്ട്ര ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഇൻസ്റ്റാൾ ആക്കേണ്ട വേറെ ഒന്നാണ് വൂക്കോമേഴ്സ് പ്ലാറ്റ്ഫോം. സോ അതിന് വൂക്കോമേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്ലഗിൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, വൂക്കോമേഴ്സ് ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആക്കുക. ദെൻ ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആക്ടിവേറ്റ് ആക്കുക. ഓക്കെ, വൂക്കോമേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു ഇ-കൊമേഴ്സിൻ്റെ തീം ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതിനിപ്പോൾ നമ്മൾ കറണ്ട് വെബ്സൈറ്റിൻ്റെ സ്റ്റാറ്റസ് ഉള്ളത് ഇതിൽ നമുക്ക് കാണാം. കാർട്ട്, ചെക്കൗട്ട്, മൈ അക്കൗണ്ട്, സാമ്പിൾ പേജ്, അങ്ങനെ ഇതിലുള്ള പേജസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൽ കറൻ്റ്ലി പ്രൊഡക്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ബ്ലാങ്ക് ആണ്. ഓക്കെ, സോ ഇതാണിപ്പോൾ കറൻ്റ്ലി ഉള്ള ഹോം പേജ്. നമുക്കിതിലേക്ക് ഒരു തീം ആഡ് ചെയ്യേണ്ടതുണ്ട്. ആസ്ട്ര തീം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു ടെംപ്ലേറ്റ് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇതിൽ നമുക്ക് ക്ലാസിക്കുള്ള ബട്ടൺ സെലക്ട് ചെയ്ത് എലമെൻറ്റർ നമ്മൾ യൂസ് ചെയ്യാം. സോ എലമെൻറ്റർ സെലക്ട് ചെയ്യുക. ദെൻ ഇതിൽ നമുക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. സോ അതാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വേണ്ട കളർ പാലറ്റ് ഇതിൽ സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മുടെ കസ്റ്റമർ കളർ തീം വരുന്നത് ഒരു ഗ്രീനാണ്. സോ അതിനിവിടെ ഗ്രീൻ സെലക്ട് ചെയ്യണം. സോ നമുക്ക് ആ ഒരു ബ്രാൻഡിങ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യുക. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇ-കൊമേഴ്സ് ഇപ്പോൾ ആവശ്യമുള്ളൂ. ദെൻ നമ്മളിതിലേക്ക് ആവശ്യമുള്ള എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ അതിന് വേണ്ട ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫിൽ ഔട്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വേണ്ട റിസോഴ്സസ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ വിസിറ്റ് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ലോഡാകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കറൻറ്റ് വെബ്സൈറ്റ് വരുന്നത്. ഇതൊരു ടീഷർട്ട് ബ്രാൻഡിൻ്റെ വെബ്സൈറ്റ് ആയിട്ടാണ് കറൻ്റ്ലി ഉള്ളത്. സോ നമുക്കിതിൽ നമുക്ക് ആവശ്യമില്ലാത്ത എലമെൻറ്റ്സ് അല്ലെങ്കിൽ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാം. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ടെംപ്ലേറ്റിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ഈ തീം വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മളിത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മളിത് എഡിറ്റ്സ് ഒക്കെ വരുത്തുന്നത്. സോ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു പോപ്പപ്പ് വരും, അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് ഒഴിവാക്കിയിട്ടാൽ മതി. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു സെക്ഷൻ ആവശ്യമില്ല. സോ അവിടെ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒഴിവാക്കാണ്, ഡിലീറ്റ് ചെയ്യണം. സോ ബാക്കി സെക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ നമുക്കിവിടെ ടീഷർട്ടിൻ്റെ ഒരു ഇമേജാണുള്ളത്, അത് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് എടുത്തിട്ട് അത് റീപ്ലേസ് ചെയ്യാനുണ്ട്. സ്നീക്കറിൻ്റെ ഒരു ഇമേജ് നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ ഒരു സ്നീക്കറിൻ്റെ PNG ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ എലമെൻറ്ററിൽ നിന്ന് ഇമേജ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇമേജ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇമേജ് ലോഡായിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മുടെ തീം ഗ്രീനും അതുപോലെ തന്നെ സ്നീക്കറിൻ്റെ കളർ വരുന്നത് ഒരു ഓറഞ്ച് കളറാണ് വരുന്നത്. സോ അതൊരു വേരിയേഷൻ വരുന്നുണ്ട്. ഞാൻ അത് ഫോട്ടോഷോപ്പ് വെച്ചിട്ട് അതിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്താമെന്ന് കരുതി. സോ അതിന് ഫോട്ടോഷോപ്പിലേക്ക് ആ ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ദെൻ നമ്മൾ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളൊരു ഗ്രീൻ ആ ഒരു ബ്രാൻഡ് തീമിലേക്ക് മാച്ച് ആവുന്ന രൂപത്തിലേക്ക് ജസ്റ്റ് ഒരു കളർ സെറ്റ് ചെയ്യണം. 100% അക്യുറേറ്റ് ആയിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിലും ഏകദേശം മാച്ച് ആവുന്ന രൂപത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു ഗ്രീൻ തീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓറഞ്ച് മാറ്റിയിട്ട് ആ ഒരു ഗ്രീൻ സ്നീക്കർ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. സോ സെലക്ട് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഇമേജ് അപ്ലോഡ് ചെയ്യണം. സോ ഇതിൽ ഓൾറെഡി ഉള്ള ഇമേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെംപ്ലേറ്റിൽ ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഇമേജസാണ് ബാക്കി കാണുന്നതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. സോ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ
ഒരു ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ ഏകദേശം ഒരു കളർ തീം മാച്ച് ആകുമ്പോൾ നമുക്ക് നല്ലൊരു എസ്തറ്റിക് ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൽ സൈസ് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് വരുത്താൻ പറ്റും. സോ ഞാനവിടെ പബ്ലിഷ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ മാച്ച് ആകുന്ന രൂപത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വരുത്താം. ഇതിലേക്ക് കോണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ChatGPT വെച്ചിട്ടാണ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ അതിലേക്ക് വേണ്ട പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ChatGPT വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുത്തുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഹീറോ സെക്ഷനിലേക്ക് ഓൾമോസ്റ്റ് കണ്ടൻറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ പ്രിവ്യൂ കണ്ടുനോക്കാം. സോ വ്യൂ പേജ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പ്രിവ്യൂ ലോഡാകുവാണ്. ഓക്കെ, ഇതിൽ പ്രൊഡക്ട്സൊക്കെ പ്രീവിൽഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെയാണ് നിലവിലുള്ളത്. സോ നമ്മൾ ഷോപ്പ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഫൈൻ. സോ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.